അവിട്ടം സ്പെഷ്യൽ ഫുഡ് എന്താന്ന് നോക്കിയാലോ? അപ്പൊ ഇന്ന് ഞങ്ങള് ചെമ്മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ക്ലീൻ ചെയ്ത് അമ്മ തരും. ഞാനാണ് ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ആവോലിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആവോലി അമ്മ മപ്പാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ദേ എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സബോള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ അതവിടെ ഇരുന്ന് വഴണ്ട് വരട്ടെ. ആ നേരത്ത് ഞാൻ ദേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ടാങ്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അമ്മ അവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് ഞാൻ അതുകൊണ്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഈ വഴണ്ട് വന്നതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ടു. ഇത് ഡയറക്റ്റ് സബോളയിലേക്ക് ഇട്ട് വഴട്ടുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുവേ. അപ്പൊ ദേ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ദേ ഇവിടെ തക്കാളി നല്ലോണം പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ചെമ്മീൻ ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അടച്ചു വെക്കുക. ആ ചെമ്മീൻ ഒന്ന് വേകാനായിട്ട് സമയം കൊടുക്കുക. ദേ നമ്മുടെ ഫിഷ് ഫ്രൈ സെറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ ദേ അടപ്പൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പെരണ്ട് മിക്സ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇത് അവസാനം കുറച്ച് കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണേ. ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി. എരിവൊക്കെ നോക്കി കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ചേർക്കാവുള്ളൂ. ഞാൻ എന്നിട്ടുണ്ടല്ലോ ആ ചെമ്മീൻ നമ്മൾ റോസ്റ്റ് ചെയ്തില്ലേ, ആ ഒരു പാത്രത്തിൽ ചോറെടുത്ത് മിക്സ് ചെയ്തെടുത്തു. അയ്യോ, ആ ഒരു ഗ്രേവി ആയിട്ട് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നറിയാവോ? ഞാൻ മറ്റേ മീൻ വറുത്തതും മപ്പാസ് ഒന്നും എടുത്തില്ല. ആ ഒരു ചെമ്മീൻ റോസ്റ്റ് മാത്രം കൂട്ടിയാണ് കഴിച്ചത്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മപ്പാസിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി അതും കുറച്ച് കഴിച്ചു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.